പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വാക്കുകളാണ് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് നീനാക്കുറുപ്പ് ചേച്ചിയാണ് കേട്ടിട്ടുള്ളത്. നീനാക്കുറുപ്പ് ചേച്ചി ഡയറക്റ്റ് കേട്ടതാണ്. ആ ഡയറക്റ്റ് കേട്ടതാണ് എന്നോട് വന്ന് പറഞ്ഞത്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, നീന ചേച്ചിയല്ലേ അത് കേട്ടത്, അൻസിബ കേട്ടില്ലല്ലോ എന്ന്. അത് നീന ചേച്ചി അങ്ങനെ പറഞ്ഞതാണെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നീനാക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു അഭിനേത്രിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീന ചേച്ചിയെ ടിനി ടോം വളരെ മോശമായിട്ടുള്ള രീതിയിൽ അസഭ്യം പറയുന്നത് ഡയറക്റ്റ് ആയിട്ടാണ് നീന ചേച്ചിയോട് അസഭ്യം പറഞ്ഞിരിക്കുന്നത്. അത് കേട്ട പലരുണ്ട്. എത്ര പേര് അതിന് സാക്ഷി പറയുന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ അതിനെതിരെ നീന ചേച്ചി അമ്മയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ആ പരാതി കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും അതേ കമ്മിറ്റിയിൽ ആരോപണ വിധേയനായിട്ടുള്ള ശ്രീ ടിനി ടോം ഇപ്പോഴും അതേ കമ്മിറ്റിയിൽ തുടരുന്നുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീന ചേച്ചി ഡയറക്റ്റ് അസഭ്യം പറഞ്ഞ ടിനി ടോമിനെതിരെ നീന ചേച്ചി അമ്മയിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പരാതിയൊന്നും കൊടുത്തിട്ടില്ല. നീന ചേച്ചി അത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എഫ്ഐആർ ഇടാൻ പറ്റുന്ന കേസ് തന്നെയാണത്. അങ്ങനെ ഒരു കേസ് ഡയറക്റ്റ് ആയിട്ട് എഫ്ഐആർ ഇടാൻ പറ്റുന്ന ഒരു കേസ് ഉണ്ടെന്നിരിക്കെ എന്നോട് വന്ന് കള്ളം പറഞ്ഞു തരേണ്ട ആവശ്യം നീനാക്കുറുപ്പ് ചേച്ചിക്ക് ഇല്ല. അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കണം. പിന്നെ ഒരു മതസ്പർദ്ധ ഉണർത്തുന്ന രീതിയിൽ എന്നെ പറ്റി ഞാൻ മതം മാറ്റാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ പ്രൊഡക്ഷൻ കൺട്രോളറും അദ്ദേഹത്തിന്റെ മകനെയും ഒക്കെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള പ്രചരണമൊക്കെ അധികം വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ അങ്ങനെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കും. അതുപോലെ തന്നെ എന്റെ വീട്ടിലുള്ളവരായിട്ട് പോലും എനിക്ക് അവിഹിത ബന്ധമുണ്ട്. എനിക്കത് പബ്ലിക്കലി പറയാൻ പോലും പറ്റുന്നില്ല. അത്തരത്തിലാണ് എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞതൊക്കെ ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കണം എന്ന് പറയണത്? അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല, മറക്കുകയില്ല. കാരണം ഒരാളോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഓരോ വ്യക്തിക്കും അവരുടെ കുടുംബത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴേ അതിന്റെ വേദന അറിയുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നുണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും സ്ട്രെങ്ത്തിൽ ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്, അഡ്വക്കേറ്റുമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുമ്പോൾ തന്നെ പോകണം എന്നൊക്കെയാണ് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു നോട്ടീസ് ഇല്ലാതെ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി എന്നുള്ള കാര്യം. അതൊന്നും അറിയാതെയാണ് ഞാൻ എടുത്തു ചാടി അങ്ങോട്ട് പോയതും ഇത്രയും ബുദ്ധിമുട്ടുകൾ എനിക്ക് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ വെച്ചിട്ടുണ്ടായത്. വനിതാ സെല്ലിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചും കൂടെ കംഫർട്ട് ആവുന്നതാണ്. അപ്പോൾ ഒട്ടും കംഫർട്ടബിൾ അല്ലാതെയാണ് ഞാൻ അവിടെ ആ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ള ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഒരു അവയർനെസ് എങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഓടിച്ചെന്നങ്ങ് കയറി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്.